നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് നമ്മുടെ എക്സൽ ഡോക്യുമെൻറ്റിനെ നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാൻ, ചിലപ്പോൾ പാസ്വേഡ് ഉപയോഗിച്ചായിരിക്കും, ചിലപ്പോൾ പാസ്വേഡ് ഉപയോഗിക്കാതെ പോലും നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റുന്ന 5 വിധങ്ങളാണ്. ആദ്യത്തെ വിധം എന്ന് പറഞ്ഞാൽ ഒരു മിനിമൽ റെസ്ട്രിക്ഷൻ കൊടുക്കാൻ പറ്റുന്നത് നമ്മളുടെ ഈ ഡോക്യുമെൻറ്റിനെ റീഡ് ഓൺലി ആക്കി സേവ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫയൽ മെനുവിൽ നിങ്ങൾ വന്നാൽ ഇൻഫോ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവിടെ പ്രൊട്ടക്റ്റ് വർക്ക് ബുക്ക് എന്ന് പറയുന്ന ഒരു ടാബുണ്ട്. ഈ ടാബിലെ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓൾവേസ് ഓപ്പൺ റീഡ് ഓൺലി എന്നുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു യെല്ലോ പ്രൊട്ടക്ഷൻ ഹൈലൈറ്റർ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി തിരിച്ചു പോകുന്നു. ഇനി ഞാൻ ജസ്റ്റ് സേവ് ചെയ്യുന്നു. ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡോക്യുമെൻ്റ് ഇനി ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഉടൻ തന്നെ എനിക്ക് മെസ്സേജ് വരും, ദി ഓതർ വുഡ് ലൈക്ക് യു ടു ഓപ്പൺ ദിസ് ഡോക്യുമെൻറ്റ് ആസ് റീഡ് ഓൺലി. ഓപ്പൺ ചെയ്യണമെന്ന് ചോദിക്കുന്നു. യെസ് കൊടുത്തു കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യാം. പക്ഷെ നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് ഇതിനകത്ത് വരുത്തി സേവ് ചെയ്യാൻ ശ്രമിച്ചാൽ വീണ്ടും എറർ മെസ്സേജ് വരും, ഇത് സേവ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇത് റീഡ് ഓൺലിയാണ്. അപ്പോൾ ഇതാണ് നമ്പർ 1 മെത്തേഡ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്യുമെൻ്റ് ആർക്കെങ്കിലും അയച്ചു കൊടുക്കണമെങ്കിൽ അതിൽ ഓൾട്ടറേഷൻ വരുത്തണ്ട എന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് റീഡ് ഓൺലി ആയിട്ട് നിങ്ങൾക്ക് അയക്കാൻ പറ്റും. ഓപ്ഷൻ നമ്പർ 2 എന്ന് പറയുന്നത് നിങ്ങളുടെ ഡോക്യുമെൻറ്റിനെ നിങ്ങൾ ആർക്കെങ്കിലും അയച്ചു കൊടുക്കുമ്പോൾ അത് പാസ്വേഡ് പ്രൊട്ടക്ഷനോടെ അയച്ചു കൊടുക്കാൻ പറ്റും. അദ്ദേഹം അത് ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചാൽ പാസ്വേഡ് ചോദിക്കും. എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഫയൽ, ഇൻഫോ, വീണ്ടും നമ്മൾ പ്രൊട്ടക്റ്റ് വർക്ക് ബുക്കിൽ വരുന്നു. ഇവിടെ ജസ്റ്റ് ഡ്രോപ്പ് ഡൗൺ മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻക്രിപ്റ്റ് വിത്ത് എ പാസ്വേഡ് എന്നുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ റിക്വയർ എ പാസ്വേഡ് ടു ഓപ്പൺ ദിസ് വർക്ക്ഷീറ്റ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. പാസ്വേഡ് ചോദിക്കും. ഓക്കെ പ്രസ് ചെയ്യുന്നു. വീണ്ടും കൺഫേം ചെയ്യാൻ പറയുന്നു പാസ്വേഡ്. ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയി. ഇനി ഈ ഡോക്യുമെൻറ്റിനെ സേവ് ചെയ്തതിന് ശേഷം ഞാൻ ക്ലോസ് ചെയ്യുന്നു. ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചാൽ ഈ പ്രാവശ്യം ഓപ്പൺ ചെയ്യുമ്പോൾ എന്നോട് ചോദിക്കുന്നത് പാസ്വേഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലൊരു ഡോക്യുമെൻ്റ് അയച്ചു കൊടുക്കുമ്പോൾ പാസ്വേഡ് ഇട്ട് അയക്കണമെങ്കിൽ ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. നമുക്ക് പാസ്വേഡ് ഒന്ന് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഡോക്യുമെൻ്റ് ഓപ്പൺ ആയി. ഇനി ഈ പാസ്വേഡ് പ്രൊട്ടക്ഷൻ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഫയൽ, ഇൻഫോയിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും എൻക്രിപ്റ്റ് വിത്ത് പാസ്വേഡിൽ വരിക. ഈ പാസ്വേഡ് റിമൂവ് ചെയ്തിട്ട് ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൊട്ടക്ഷൻ നമുക്ക് ഡിസേബിൾ ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഈ എൻറ്റയർ ഷീറ്റിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ഷീറ്റ് എന്നതിൽ വന്നതിന് ശേഷം പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും കൺഫേം ചെയ്യുന്നു. ഈ ഷീറ്റ് ഫുൾ പ്രൊട്ടക്റ്റഡ് ആയി. നിങ്ങൾ എന്ത് ഡേറ്റ എൻ്റർ ചെയ്യാൻ ശ്രമിച്ചാലും സിസ്റ്റം നിങ്ങളെ അത് എൻ്റർ ചെയ്യാൻ സമ്മതിക്കത്തില്ല. പക്ഷേ ഇതിലെ ഒരു വ്യത്യാസം, അടുത്ത ഷീറ്റിൽ പോയി നിങ്ങൾ ഏതെങ്കിലും ഡേറ്റ എഴുതാനും സേവ് ചെയ്യാനും ശ്രമിച്ചാൽ അത് സമ്മതിക്കും. കാരണം ഈ പ്രൊട്ടക്ഷൻ നടന്നിരിക്കുന്നത് ഈ ഷീറ്റിൽ മാത്രമാണ്. അടുത്ത ഷീറ്റ് നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും ഇവിടെ വന്ന് പ്രൊട്ടക്റ്റ് ഷീറ്റ് നിങ്ങൾ പ്രസ് ചെയ്യണം. ഇനി നാലാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർക്ക്ഷീറ്റിലെ ചില സ്പെസിഫിക് ആയിട്ടുള്ള സെല്ലുകൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്ന രീതിയിലും എന്നാൽ ബാക്കി എല്ലാ സെല്ലുകളും നിങ്ങൾക്ക് ലോക്ക് ചെയ്യാനും പറ്റും പാസ്വേഡ് ഉപയോഗിച്ച്. ഇപ്പോൾ ഇതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഉദാഹരണത്തിന് ഇതൊരു സെയിൽസ് റിപ്പോർട്ടാണ്. ഞാൻ ഈ സെല്ലുകളിലും ഈ താഴെ കാണുന്ന സെല്ലുകളിലും ഫോർമുല യൂസ് ചെയ്യാൻ പോവാണ്. എനിക്കിതിൻ്റെ സമ്മ് കാണണം. ഓൾട്ട് ഈക്വൽ ടു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ സെല്ലുകളുടെ എല്ലാം സമ്മ് റോ വൈസും കോളം വൈസും എനിക്കതിൻ്റെ സമ്മ് എല്ലാ സെല്ലുകളുടെയും കിട്ടി. പക്ഷേ എനിക്ക് ഈ സെല്ലുകളിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന ഫോർമുല ആരും ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. എനിക്ക് ഈ സെല്ലുകളിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു സെക്ഷൻ മാത്രമായിരിക്കണം എന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യേണ്ട സെല്ലുകൾ ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഫോർമാറ്റ് സെൽസിൽ വരിക. ഇവിടെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ടാബിലെ ഈ ലോക്ക്ഡ് എന്നുള്ളത് അൺചെക്ക് ചെയ്യുക. ഓക്കെ പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഷീറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യണം. പാസ്വേഡ് കൊടുക്കുന്നു. ഇനി നിങ്ങൾ ഈ ഡേറ്റ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ സമ്മതിക്കത്തില്ല. ഇവിടെ എന്തെങ്കിലും എഴുതാൻ ശ്രമിച്ചാൽ സമ്മതിക്കത്തില്ല. പക്ഷേ നിങ്ങൾ സെലക്ട് ചെയ്ത ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് എഡിറ്റിംഗ് പറ്റും. നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ ഇവിടുത്തെ ഡേറ്റ ഒന്ന് എൻ്റർ ചെയ്യുവാണ്. യെസ്, ഇറ്റ് ഈസ് വർക്കിംഗ്. അപ്പോൾ നിങ്ങൾക്ക് സെലക്റ്റീവായിട്ട് ചില സെല്ലുകൾ മാത്രം എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആക്കാൻ പറ്റും. ഇനി അഞ്ചാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡോക്യുമെൻറ്റിൻ്റെ സ്ട്രക്ചറൽ ചേഞ്ചിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് വർക്ക് ബുക്ക് പ്രൊട്ടക്ഷൻ. വർക്ക് ബുക്ക് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ ഷീറ്റുകളും ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് നോക്കാം. പ്രൊട്ടക്റ്റ് വർക്ക് ബുക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം പാസ്വേഡ് കൊടുക്കുന്നു. ഇനി എന്താണ് സംഭവിക്കുന്നത്? ഞാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ സ്ട്രക്ചറൽ ചേഞ്ചിനെ ഡിസേബിൾ ചെയ്തിരിക്കുകയാണ്. അതായത് ഈ ഷീറ്റ് 2നെ എനിക്ക് റീനെയിം ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ അത് ഡിസേബിളാണ്. എനിക്ക് ഷീറ്റ് 1നെ മൂവ് ചെയ്യണമെന്ന് വെച്ചാൽ അതും നടക്കത്തില്ല. എനിക്ക് പുതിയൊരു ഷീറ്റ് ഉണ്ടാക്കാൻ നോക്കിയാൽ അതും നടക്കത്തില്ല.
ഇതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വർക്ക് ബുക്ക് പ്രൊട്ടക്ഷൻ ഡിസേബിൾ ചെയ്താൽ മാത്രമേ നടക്കത്തുള്ളൂ. നമുക്ക് നോക്കാം. ഇപ്പോൾ എനിക്ക് റീനെയിം ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്ക് ഡിലീറ്റ് ഓപ്ഷൻ, റീനെയിം ഓപ്ഷൻ എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 5 രീതിയിൽ നമുക്ക് നമ്മുടെ എക്സൽ ഡോക്യുമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിനി അടുത്ത വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് ഫോർമുലയിലെ ചില കണ്ടീഷൻസാണ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.